SSCക്ക് മലയാളത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഒറ്റപ്പദങ്ങൾ. നമുക്ക് കുറച്ച് ഒറ്റപ്പദങ്ങൾ നോക്കാം. തിതീർഷു തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾ, കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഭാഗിനേയൻ സഹോദരിയുടെ പുത്രൻ. പ്രത്യഭിജ്ഞാനം തിരിച്ചറിയുവാനുള്ള അടയാളം. ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. പ്രേഷകൻ കാണുന്നയാൾ. യഥാസ്ഥിതികൻ നിലവിലുള്ള സ്ഥിതി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവൻ. മാർഗദർശിനി മാർഗം കാണിച്ചു തരുന്ന ആൾ. മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ. പരിവൃത്തം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത്. ആർഷം ഋഷിയെ സംബന്ധിച്ചത്. പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ആത്മീയം ആത്മാവിനെ സംബന്ധിച്ചത്. പ്രത്യുത്ഗമനീയം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ അർഹമായത്. ഭാഷനിഷ്ഠം മതവിശ്വാസമില്ലായ്മ. പിപഠിഷ്ടു പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. പ്രയത്നം പൂർവകർമ്മഫലം. ആപാദചൂഡം പാദം മുതൽ ശിരസ് വരെ. പരിവാദകൻ അപവാദം പറയുന്നവൻ. ബുഭുക്ഷു ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. ഭാഗിനേയൻ സഹോദരിയുടെ പുത്രൻ. മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ. ഉത്പതിഷ്ണു മാറ്റം ആഗ്രഹിക്കുന്ന ആൾ. ഉത്കർഷേച്ഛു ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ. ഓതപ്രോതം നേടുകയും കുറയുകയും ചെയ്ത. പ്രതിഘടം ചോദ്യത്തിനുള്ള മറുചോദ്യം. ക്രാന്തദർശി കടന്നു കാണാൻ കഴിവുള്ളവൻ. ഖിലം ഫലപുഷ്ടി ഇല്ലാത്തത്. ജാമാതാവ് മകളുടെ ഭർത്താവ്. ദിദൃക്ഷു കാണുവാൻ ആഗ്രഹിക്കുന്ന ആൾ. പുരോഭാഗി കുറ്റം മാത്രം കാണുന്നവൻ. പ്രത്യുത്പന്നമതി അവസരം പോലെ പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി. നിമ്നോന്നതം താഴ്ചയും ഉയർച്ചയും ഉള്ളത്. ഭൗമം ഭൂമിയെ സംബന്ധിച്ചത്. ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹം. കഥാസാരം കഥയുടെ പ്രധാനമായ അംശം. അക്ഷന്തവ്യം ക്ഷമിക്കാൻ കഴിയാത്തത്. ഊർജസ്വി ഊർജമുള്ളത്. കർണ്ണനീയം ഉപേക്ഷിക്കത്തക്കത്. വിവക്ഷ പറയുവാനുള്ള ആഗ്രഹം. സർവം സഹ സർവം സഹിക്കുന്നവൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത്. ക്ഷമ്യം അക്ഷമ്യം അക്ഷന്തവ്യം വിഷമ്യം. ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. അതിനകത്ത് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് അക്ഷന്തവ്യമാണ്. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഇനി അടുത്തത് ഇഹലോകത്തെ സംഭവിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. ലോകൈകം ഇഹപരം ഐഹികം ലൗകികം. അതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഐഹികമാണ്. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. അടുത്തത് നോക്കാം. താഴെ കൊടുക്കുന്നതിൽ അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചിന്തിതം ആവേശം ജിജ്ഞാസ മനോജ്ഞ. ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ജിജ്ഞാസയാണ്. അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമായിട്ട് വരുന്നത്. അടുത്തത് നോക്കാം. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജനനം മുതൽ ആ ജന്മം ജനനത്തോടെ ജനനാൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ആ ജന്മം എന്നതാണ്. ജന്മം മുതൽ എന്നതിനെ ഒറ്റപ്പദമാക്കിയത് പറയുന്നത് ആ ജന്മം എന്നാണ്. ഇത്രയും ഒറ്റപ്പദം കൂടാതെ ഇനിയും ഒരുപാട് ഒറ്റപ്പദങ്ങളുണ്ട്. അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.